നാനാത്വത്തിൽ ഏകത്വം അല്ലേ? ഇന്ത്യയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മളെല്ലാവരും എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണിത്. പക്ഷെ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ ആശയം എവിടെ നിന്നാ വന്നതെന്ന്? ഇത് വെറുമൊരു മോഡേൺ സ്ലോഗനാണോ? ഒരിക്കലുമല്ല. ഇതിന്റെ വേരുകൾ കിടക്കുന്നത് ആയിരക്കണക്കിന് വർഷം പിന്നിലാണ്. അപ്പോൾ ഇന്ത്യയുടെ പുരാതന ചരിത്രത്തിലേക്ക് നമുക്ക് ഒരുമിച്ചൊന്ന് പോയി നോക്കാം. ഇതാണ് നമ്മൾ ഉത്തരം കണ്ടെത്താൻ പോകുന്ന ചോദ്യം. ഒന്നാലോചിച്ചു നോക്കൂ. ലോകത്ത് ഇത്രയധികം ഭാഷകളും സംസ്കാരങ്ങളും പലതരം മനുഷ്യരുമുള്ള വേറൊരു നാടുണ്ടോ? സംശയമാണ്. എന്നിട്ടും ഇതെല്ലാം എങ്ങനെയാണ് നൂറ്റാണ്ടുകളായി ഒരുമിച്ച് ഒരു ശക്തിയായി നിലനിൽക്കുന്നത്? അതിന്റെ എല്ലാം രഹസ്യം നമ്മുടെ ചരിത്രത്തിൽ തന്നെയുണ്ട്. അപ്പം നമ്മുടെ കഥ തുടങ്ങുന്നത് ആളുകളിൽ നിന്നാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്നു പറയുന്ന ഈ വലിയ ക്യാൻവാസിൽ ചിത്രം വരച്ചത് ആരൊക്കെയാണെന്ന് നോക്കാം. ശരിക്കും ഇതൊരു അവിശ്വസനീയമായ കൂടിച്ചേരലിന്റെ കഥയാണ്. ദാ നോക്കൂ, ആരൊക്കെയാണ് നൂറ്റാണ്ടുകളായി ഇന്ത്യയിലേക്ക് വന്നതെന്ന്. പ്രീ ആര്യന്മാർ, ഇൻഡോ ആര്യന്മാർ, ഗ്രീക്കുകാർ, സിതിയന്മാർ, ഹൂണന്മാർ, തുർക്കികൾ. ലിസ്റ്റ് ഇനിയും നീളും. ഓരോ കൂട്ടരും വന്നത് അവരുടേതായ ജീവിതരീതികളും ഭാഷയും വിശ്വാസങ്ങളുമൊക്കെയായിട്ടാണ്. അപ്പോ ഇത് വെറുമൊരു ലിസ്റ്റല്ല, മറിച്ച് ഇന്ത്യൻ സംസ്കാരമെന്ന വലിയൊരു പുഴയിലേക്ക് ഒഴുകിച്ചേർന്ന ഒരുപാടരുവികളാണ്. അപ്പോ ഇത്രയധികം ആളുകൾ ഒരുമിച്ച് ചേർന്നപ്പോ എന്താ സംഭവിച്ചത്? ഈ വാചകം പറയുന്നത് പോലെ തന്നെ കാലം കഴിഞ്ഞപ്പോ ഇവരൊക്കെ ആരായിരുന്നു, എവിടെ നിന്നായിരുന്നു വന്നതെന്നൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ അങ്ങോട്ട് ഇഴുകിച്ചേർന്നു. എവിടെയാണ് ഒരാളുടെ സംസ്കാരം തുടങ്ങുന്നത്, എവിടെയാണ് മറ്റൊരാളിത് തീരുന്നത് എന്ന് പറയാൻ പറ്റില്ല. ഇതിൽ നിന്നാണ് ഒരു മിക്സ്ഡ് കൾച്ചർ ഉണ്ടായത്. അതാണ് ശരിക്കും ഇന്ത്യയുടെ അടിത്തറ. ആളുകൾ തമ്മിൽ ചേരുമ്പോൾ അവരുടെ ഭാഷകളും സ്വാഭാവികമായും ഒന്നിച്ചു ചേരുമല്ലോ. ഈ സാംസ്കാരിക വിനിമയം വാക്കുകളിൽ എങ്ങനെയാണ് പ്രതിഫലിച്ചതെന്ന് നോക്കാം. അതൊരു ഒന്നൊന്നര സിംഫണി തന്നെ ആയിരുന്നു. ഈ ഭാഷകളുടെ കാര്യമുണ്ടല്ലോ, അത് വെറുമൊരു വൺ വേ ആയിരുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകൾ കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നു. വടക്ക് നിന്ന് പാലി, സംസ്കൃത വാക്കുകൾ തെക്ക് സംഘസാഹിത്യത്തിൽ ഇടം പിടിച്ചപ്പോൾ തിരിച്ച് തെക്ക് നിന്നും കിഴക്ക് നിന്നുമുള്ള മുണ്ട, ദ്രാവിഡ വാക്കുകൾ, അതായത് പരുത്തിയെയും കപ്പലോട്ടത്തെയും കുറിക്കുന്ന വാക്കുകളൊക്കെ വടക്കുള്ള വേദഗ്രന്ഥങ്ങളിൽ വരെ കയറിക്കൂടി. ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? പുരാതന കാലം മുതലേ ഇന്ത്യയുടെ പല ഭാഗങ്ങളും തമ്മിൽ നല്ല ബന്ധമുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ആളുകളും ഭാഷകളും ഒന്നിച്ചു. പക്ഷെ ഇന്ത്യ എന്ന ഈ വലിയ ഭൂപ്രദേശത്തെ ഒന്നായി കാണുന്ന ഒരു ആശയം, ആ ഒരു ചിന്ത എങ്ങനെയാണ് രൂപപ്പെട്ടത്? നമുക്കതൊന്ന് നോക്കാം. ഇതിന്റെ ഏറ്റവും വലിയ തെളിവാണ് പണ്ടത്തെ പേരുകൾ. ആര്യവർത്തം എന്ന് പറയുമ്പോൾ അത് ഉത്തരേന്ത്യയെ മുഴുവനായി ഒന്നിച്ചാണ് കണ്ടിരുന്നത്. അതുപോലെ ഭാരതവർഷം എന്ന പേര് മഹാഭാരതത്തിലൊക്കെ ഉപയോഗിക്കുന്നത് ഈ ഉപഭൂഖണ്ഡത്തെ മുഴുവനായി സൂചിപ്പിക്കാനാണ്. അതായത് രാഷ്ട്രീയമായി പല രാജ്യങ്ങളായി വിഭജിക്കപ്പെടുന്നതിനും എത്രയോ മുൻപുതന്നെ സാംസ്കാരികമായി ഇതൊരു ഒറ്റ യൂണിറ്റാണെന്ന ബോധ്യം ആളുകൾക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യ എന്ന പേര് എങ്ങനെയാണ് വന്നതെന്ന് അറിയാമോ? അതിന്റെ കഥ തുടങ്ങുന്നത് സിന്ധു നദിയിൽ നിന്നാണ്. സംസ്കൃതത്തിൽ സിന്ധു, അത് ഇറാനിയൻ ഭാഷകളിലെത്തിയപ്പോൾ സ ഹ ആയി, ഹിന്ദു എന്നായി. പിന്നീട് ഇറാനിയൻസുമായി ബന്ധപ്പെട്ട ഗ്രീക്കുകാർ അതിനെ ഇൻഡസ് എന്ന് വിളിക്കാൻ തുടങ്ങി. ആ ഇൻഡസിൽ നിന്നാണ് നമ്മുടെ ഇന്ത്യ എന്ന പേരുണ്ടായത്. ഒരു നദിയിൽ നിന്ന് ഒരു രാജ്യത്തിന് പേരുണ്ടായ രസകരമായൊരു കഥയാണിത്. ഈ സാംസ്കാരിക ഐക്യത്തിന്റെ കൂടെ തന്നെ രാഷ്ട്രീയമായൊരു ഐക്യം എന്ന ആശയവും പണ്ടേയുണ്ടായിരുന്നു. അതാണ് ചക്രവർത്തി എന്ന കോൺസെപ്റ്റ്. അതായത് ഹിമാലയം മുതൽ തെക്ക് കടൽ വരെ ഈ വൈവിധ്യമാർന്ന നാടിനെ മുഴുവൻ ഒരൊറ്റ കുടക്കീഴിൽ ഭരിക്കുന്ന ഒരു രാജാവ്. അതൊരു വലിയ സ്വപ്നമായിരുന്നു. ഈ ചക്രവർത്തി എന്ന ആശയം വെറുമൊരു സ്വപ്നം മാത്രമായിരുന്നില്ല കേട്ടോ. പലരും അത് പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. BC 3-ാം നൂറ്റാണ്ടിൽ അശോക ചക്രവർത്തി ഇന്ത്യയുടെ ഒട്ടുമിക്ക ഭാഗങ്ങളും ഒരുമിപ്പിച്ചു. പിന്നെ AD 4-ാം നൂറ്റാണ്ടിൽ സമുദ്രഗുപ്തനും അത് ചെയ്തു. ഇനിയിപ്പോ രാഷ്ട്രീയമായി രാജ്യം പല കഷ്ണങ്ങളായി കിടന്ന സമയത്ത് പോലും സംസ്കൃതം പോലുള്ള ഭാഷകൾ ഒരു കോമൺ ലിങ്കായി രാജ്യത്തുടനീളമുണ്ടായിരുന്നു. അപ്പോ നമ്മൾ ഇതുവരെ കണ്ടതിൽ നിന്ന് എന്താണ് മനസ്സിലാവുന്നത്? ഈ നാനാത്വത്തിൽ ഏകത്വം എന്നത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒന്നല്ല. അതിന് വളരെ ആഴത്തിലുള്ള ശക്തമായൊരു ചരിത്രമുണ്ട്. അപ്പോ ഈ ചർച്ചയുടെ കാതലിതാണ്. ഒരു ഏകീകൃത ഇന്ത്യ എന്ന ആശയം വെറുമൊരു രാഷ്ട്രീയ മുദ്രാവാക്യമല്ല. അത് നമ്മുടെ വൈവിധ്യം പോലെ തന്നെ പഴക്കമുള്ള ഒന്നാണ്. ഇന്ത്യയുടെ അടിസ്ഥാന സ്വഭാവമാണത്. നമ്മൾ കണ്ടതുപോലെ ജനങ്ങളിലും ഭാഷയിലും രാഷ്ട്രീയ ആശയങ്ങളിലുമൊക്കെ ഈ ഏകത്വത്തിന്റെ ഇഴകൾ നമുക്ക് കാണാൻ സാധിക്കും. പോകുന്നതിനു മുൻപ് നമുക്കൊന്നിച്ചിരുന്ന് ആലോചിക്കാനൊരു ചോദ്യം.
പരസ്പരം ഇഴചേർന്ന് പുതിയൊരു ഐഡന്റിറ്റി ഉണ്ടാക്കിയ ഈ പുരാതന ഇന്ത്യൻ മാതൃകയ്ക്ക് ഇന്ന് പലതരം വേർതിരിവുകളാൽ വിഭജിക്കപ്പെട്ട് കിടക്കുന്ന നമ്മുടെ ഈ ആധുനിക ലോകത്തിന് എന്ത് പാഠങ്ങൾ നൽകാൻ സാധിക്കും? ചിന്തിച്ചു നോക്കുക. നമസ്കാരം. നമ്മളിപ്പോൾ വായിക്കുന്ന ചരിത്ര പുസ്തകങ്ങളില്ലേ, അത് ആരാണ് ശരിക്കും എഴുതുന്നത്? അവരുടെയൊക്കെ ലക്ഷ്യം എന്തായിരിക്കും? അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അതുപോലൊരു ഞെട്ടിക്കുന്ന കഥയാണ്. അതായത് പുരാതന ഇന്ത്യയുടെ ചരിത്രം അതിന്റെ ആദ്യത്തെ രൂപത്തിൽ എഴുതിയത് ബ്രിട്ടീഷ് സാമ്രാജ്യത്വമായിരുന്നു, അതും അവരുടെ സ്വന്തം ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി. അപ്പോൾ നമുക്കീ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈ ചരിത്രം എന്ന് പറയുന്നത് പണ്ട് നടന്ന കാര്യങ്ങൾ ഒരു മാറ്റവുമില്ലാതെ അതേപോലെ കാണിച്ചു തരുന്ന ഒന്നാണോ? അതോ അത് എഴുതുന്ന ആൾക്കാർക്കനുസരിച്ച് മാറുന്നൊരു കഥയാണോ? ഇന്ത്യയുടെ കാര്യത്തിൽ ഈ ചോദ്യം ഭയങ്കര പ്രധാനപ്പെട്ടതാണ്. കാരണം എന്താണെന്നറിയോ? നമ്മുടെയൊക്കെ പുരാതന ചരിത്രം ആദ്യമായി എഴുതിയത് ആ കഥ പറഞ്ഞവർ ഇന്ത്യക്കാരെ ആയിരുന്നില്ല. ഓക്കെ, അപ്പം നമ്മുടെ ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. ഇവിടെ നമ്മൾ പഴയകാലത്തെ സംഭവങ്ങളിലേക്കല്ല ആദ്യം നോക്കുന്നത്, പകരം ആ സംഭവങ്ങളെക്കുറിച്ച് നമ്മളോടിങ്ങനെ പറഞ്ഞു തന്ന ആൾക്കാരല്ലേ, അവരുടെ കഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. ആരായിരുന്നു ഇവർ? എന്തായിരുന്നു ഇവരുടെ ലക്ഷ്യം? ഇപ്പോൾ പുരാതന ഇന്ത്യയെക്കുറിച്ച് നമ്മൾ പഠിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ ഇല്ലേ, ഇതിൻ്റെയൊക്കെ തുടക്കം വെറുമൊരു കൗതുകത്തിൻ്റെ പുറത്തായിരുന്നില്ല. അതായത് പഴയ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ എന്നോർത്തല്ല ഇത് തുടങ്ങിയത്. ഇതിൻ്റെ പിന്നിൽ വളരെ വളരെ പ്രായോഗികമായ ചില കാരണങ്ങളുണ്ടായിരുന്നു. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ഇത്രയും വലിയൊരു രാജ്യത്തെ എങ്ങനെ ഭരിക്കാം എന്നതായിരുന്നു ആ കാരണം. ഇതിന് തുടക്കമിട്ടതാരാണെന്നോ? ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണകൂടം തന്നെ. അപ്പോൾ ഈ ചോദ്യം വരും, ഒരു പുരാതന നാടിനെ ഭരിക്കാൻ വന്ന ബ്രിട്ടീഷുകാർക്ക് എന്തിനാണ് ഇവിടുത്തെ ചരിത്രം അറിയേണ്ടി വന്നത്? ഇന്ത്യയുടെ ഭൂതകാലം അറിയുന്നത് അവരുടെ ഭരണത്തിന് എങ്ങനെയാണ് സഹായകമായത്? നമുക്ക് നോക്കാം. ഈ ടൈം ലൈനിലേക്കൊന്ന് നോക്കൂ. 1765 ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബംഗാളും ബീഹാറും പിടിച്ചടക്കി. അപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി, ഇവിടുത്തെ നിയമങ്ങൾ അറിയാതെ ഭരിക്കാൻ പറ്റില്ല. അതിന്റെ ഫലമായിട്ടാണ് 1776 അവർ മനുസ്മൃതി ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യുന്നത്. പിന്നെ 1784 ഇന്ത്യൻ സംസ്കാരത്തെക്കുറിച്ച് പഠിക്കാൻ ഏഷ്യാറ്റിക് സൊസൈറ്റി സ്ഥാപിച്ചു. പക്ഷേ ശരിക്കുമുള്ളൊരു ഷോക്ക് കിട്ടിയത് 1857 ഒന്നാം സ്വാതന്ത്ര്യസമരത്തിലാണ്. ആ ഒരു കലാപം കഴിഞ്ഞപ്പോഴാണ് ബ്രിട്ടീഷുകാർക്ക് ശരിക്കും ബോധ്യം വന്നത്, തങ്ങൾ ഭരിക്കുന്ന ഈ ജനതയെക്കുറിച്ച് എത്രത്തോളം ആഴത്തിൽ മനസ്സിലാക്കണമെന്ന്. ശരി, അപ്പോൾ ഈയൊരു ദൗത്യം ഏറ്റെടുത്ത ചില പ്രധാനികളുണ്ട്. അവരെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇവർ വെറും പണ്ഡിതന്മാരായിരുന്നില്ല, മറിച്ച് പുരാതന ഇന്ത്യയെക്കുറിച്ച് നമ്മളിന്ന് മനസ്സിലാക്കുന്ന പല ധാരണകളും രൂപപ്പെടുത്തിയ ശില്പികൾ കൂടിയായിരുന്നു അവർ. അപ്പോൾ നോക്കൂ, ഈ ചരിത്രമെഴുത്തിന്റെ തുടക്കത്തിലെ 3 പ്രധാന മുഖങ്ങളാണിത്. ഏഷ്യാറ്റിക് സൊസൈറ്റി സ്ഥാപിച്ച സർ വില്യം ജോൺസ്, ഇന്ത്യൻ ഗ്രന്ഥങ്ങൾ വിവർത്തനം ചെയ്ത മാക്സ് മുള്ളർ, പിന്നെ പുരാതന ഇന്ത്യയുടെ ആദ്യത്തെ സിസ്റ്റമാറ്റിക് ചരിത്രം എഴുതിയ വിൻസെന്റ് എ സ്മിത്ത്. ഇവരായിരുന്നു ഇന്ത്യയുടെ ഭൂതകാലത്തെ ലോകത്തിനു മുന്നിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ച കഥാകാരന്മാർ. അപ്പോൾ ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പഠനങ്ങൾക്കൊക്കെ പിന്നിലെ 2 ക്ലിയർ കട്ട് ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. 1, ഇവിടുത്തെ ജനങ്ങളെ എങ്ങനെ ഭരിക്കാം എന്ന് പഠിക്കുക. 2, ഹിന്ദുമതത്തിലെ പോരായ്മകൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തി അതുവഴി മതപരിവർത്തനം നടത്താൻ ക്രിസ്ത്യൻ മിഷണറിമാരെ സഹായിക്കുക. സ്വാഭാവികമായും ഈ 2 ലക്ഷ്യങ്ങളും അവരെഴുതിയ ചരിത്രത്തെ കാര്യമായിട്ട് തന്നെ സ്വാധീനിച്ചു. ശരി, അപ്പോൾ ഇങ്ങനെയുള്ള ലക്ഷ്യങ്ങളോട് നടത്തിയ ഗവേഷണങ്ങളിൽ നിന്ന് പുരാതന ഇന്ത്യയെക്കുറിച്ച് എങ്ങനെയുള്ളൊരു ചിത്രമാണ് രൂപപ്പെട്ടത്? നമുക്ക് നോക്കാം. അപ്പോൾ ഈ കൊളോണിയൽ പണ്ഡിതന്മാരുണ്ടാക്കിയെടുത്ത ചിത്രം എന്തായിരുന്നു എന്ന് നോക്കാം. അവർ പറഞ്ഞത് ഇങ്ങനെയൊക്കെയാണ്. 1, പുരാതന ഇന്ത്യക്കാർക്ക് ശരിയായ ചരിത്രബോധമോ കാലഗണനയോ ഇല്ലായിരുന്നു. 2, അവർക്ക് ഏകാധിപത്യ ഭരണം മാത്രമേ ശീലമുള്ളൂ. 3, അവർക്ക് ഈ ലോകത്തിലെ കാര്യങ്ങളിലൊന്നും വലിയ താൽപ്പര്യമില്ല, മുഴുവൻ സമയവും ആത്മീയ കാര്യങ്ങളിലാണ് ശ്രദ്ധ. 4, അവർക്ക് രാഷ്ട്രം എന്ന സങ്കല്പമോ സ്വയം ഭരണമോ എന്താണെന്ന് പോലും അറിയില്ലായിരുന്നു. ഇങ്ങനൊരു പോർട്രേറ്റാണ് അവർ ലോകത്തിനു മുന്നിൽ വരച്ചുകാട്ടിയത്. ഇത് ശരിവയ്ക്കുന്നൊരു വാചകം നോക്കൂ. വിൻസെന്റ് എ സ്മിത്ത് പറഞ്ഞതാണ്, ഇന്ത്യയുടെ ചരിത്രകാരന് കാര്യമായി പരിഗണിക്കാൻ ഒരേയൊരു ഭരണരീതിയേയുള്ളൂ, അത് സ്വേച്ഛാധിപത്യമാണ്. ആലോചിച്ചു നോക്കൂ, ഈ ഒരൊറ്റ വാചകം മതി അവരുടെ മൊത്തത്തിലുള്ള മനോഭാവം എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാൻ. നമ്മൾ തൊട്ടുമുമ്പ് പറഞ്ഞ കാര്യങ്ങൾക്ക് എന്ത് വലിയൊരു തെളിവാണിത്, അല്ലേ? അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്ത ഈ ചരിത്രം വെറുമൊരു പുസ്തകത്തിൽ ഒതുങ്ങിയില്ല. അതെങ്ങനെയാണ് വളരെ ശക്തമായ ഒരു രാഷ്ട്രീയ ആയുധമായി അവർ ഉപയോഗിച്ചത്? നമുക്ക് നോക്കാം. അവരുടെ ആ വാദത്തിന്റെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഘടന നോക്കൂ. സ്റ്റെപ്പ് 1, ഇന്ത്യ എക്കാലത്തും ഏകാധിപതികളുടെ കീഴിൽ ഭിന്നിച്ചു നിന്ന ഒരു നാടാണെന്ന് സ്ഥാപിക്കുക. സ്റ്റെപ്പ് 2, എന്നിട്ട് പറയുക, ബ്രിട്ടീഷുകാർ വന്നിട്ടാണ് ഇന്ത്യയെ ആധുനികമാക്കിയതും ഒന്നിപ്പിച്ചതും. സ്റ്റെപ്പ് 3, ഇതിൽ നിന്നെല്ലാം എത്തുന്ന നിഗമനമെന്താണ്? കൊളോണിയൽ ഭരണം ഇന്ത്യയുടെ നല്ലതിനത്യാവശ്യമാണ്. ഒരു പ്രത്യേക നിഗമനത്തിലെത്താൻ വേണ്ടി മാത്രം എങ്ങനെയാണ് അവർ ചരിത്രത്തെ ഉണ്ടാക്കിയെടുത്തതെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണല്ലേ?
അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു ചരിത്ര വ്യാഖ്യാനം രണ്ട് കാര്യങ്ങൾക്കാണ് ഉപയോഗിച്ചത്. ഒന്ന്, ഇന്ത്യക്കാരുടെ നേട്ടങ്ങളെയും സ്വഭാവത്തെയും താഴ്ത്തിക്കെട്ടാൻ. രണ്ട്, തങ്ങളുടെ ഭരണം തുടരാനുള്ള ഏറ്റവും വലിയൊരു പ്രൊപ്പഗൻഡയായിട്ട്. ഓക്കേ, ഇതൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുൻപ് നടന്ന കാര്യമല്ലേ? അപ്പോ അന്നെഴുതിയ ഈ ചരിത്രത്തിന് ഇന്ന് എന്ത് പ്രസക്തിയാണുള്ളത്? ഇതൊക്കെ അറിഞ്ഞിട്ട് നമുക്കെന്താ കാര്യം? കാര്യമുണ്ട്. നമുക്ക് നോക്കാം. ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഭൂതകാലത്തെക്കുറിച്ചുള്ള ഈ ചർച്ചകൾ ഇന്നും വളരെ സജീവമാണ്. ഒരു വശത്ത് ചിലർ പറയുന്നു നമ്മുടെ പുരാതന സംസ്കാരത്തിന്റെ ആ പഴയ മഹത്വങ്ങൾ പുനഃസ്ഥാപിക്കണമെന്ന്. എന്നാൽ മറുവശത്ത് വേറൊരു വാദമുണ്ട്. ജാതി വ്യവസ്ഥ, സ്ത്രീകൾക്കെതിരായ വിവേചനം, ഇങ്ങനെയുള്ള വലിയ സാമൂഹിക അനീതികളും നമ്മുടെ ചരിത്രത്തിന്റെ ഭാഗമായിരുന്നു. അതുകൊണ്ട് ഭൂതകാലത്തെ യാഥാർത്ഥ്യബോധത്തോടെ മനസ്സിലാക്കണമെന്നവർ പറയുന്നു. പഴയ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ ഇങ്ങനൊരു വിമർശനാത്മകമായ കാഴ്ചപ്പാട് അത്യാവശ്യമാണല്ലേ? അതുകൊണ്ട് നമ്മൾ ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പാഠം ഇതാണ്. ചരിത്രത്തിൽ എന്ത് സംഭവിച്ചെന്ന് അറിയുന്നത് പോലെ തന്നെ പ്രധാനമാണ് ആ ചരിത്രം ആരാണ് എഴുതിയത്, എന്തിനെഴുതിയെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മളെ അവസാനത്തെ ഒരു ചോദ്യത്തിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്. ചരിത്രത്തെ അധികാരത്തിന്റെ ഒരു ഉപകരണമായി ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ നമ്മൾ ഇന്ന് വായിക്കുന്ന, കേൾക്കുന്ന ചരിത്രത്തെ എങ്ങനെയാണ് വിമർശനാത്മകമായി സമീപിക്കേണ്ടത്? അടുത്ത തവണ നിങ്ങളൊരു ചരിത്രകഥ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ വായിക്കുമ്പോൾ സ്വയം ഒന്ന് ചോദിച്ചു നോക്കൂ, ഈ കഥ ആരാണ് എന്നോട് പറയുന്നത്? എന്തിനാണ് അവർ ഇത് പറയുന്നത്? നമസ്കാരം. നമ്മളെല്ലാവരും സ്കൂളിലൊക്കെ ഇന്ത്യയുടെ പുരാതന ചരിത്രത്തെക്കുറിച്ച് ഒരുപാട് പഠിച്ചിട്ടുണ്ടല്ലേ? പക്ഷെ നമ്മൾ പഠിച്ച ആ ചരിത്രം ആരാണ് എഴുതിയത്, എന്തിനാണ് എഴുതിയത് എന്നൊക്കെ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ചരിത്രത്തെക്കുറിച്ചല്ല, മറിച്ച് ആ ചരിത്രത്തിന്റെ തന്നെ ചരിത്രമാണ്. അതായത് ഇന്ത്യയുടെ ഭൂതകാലത്തെക്കുറിച്ചുള്ള കഥ എങ്ങനെയാണ് എഴുതപ്പെട്ടത് എന്ന്. അപ്പൊ നമുക്ക് ഈ ഒരു പ്രധാന ചോദ്യം മനസ്സിൽ വെച്ചുകൊണ്ട് തുടങ്ങാം. കാരണം ചരിത്രം എന്ന് പറയുന്നത് വെറുതെ കുറേ കാര്യങ്ങൾ എഴുതി വെച്ചൊരു ലിസ്റ്റ് മാത്രമല്ല. അത് എഴുതുന്ന ആളുടെ കാഴ്ചപ്പാടുകള്, അവരുടെ ലക്ഷ്യങ്ങള്, ഇതൊക്കെ അതിൽ പ്രതിഫലിക്കും. ഈ വിശകലനത്തിലുടനീളം നമുക്ക് ഈ ചോദ്യത്തിലേക്ക് വീണ്ടും വീണ്ടും തിരികെ വരാം. ഈ വലിയ കഥയെ നമുക്ക് 4 പ്രധാന ഘട്ടങ്ങളായിട്ടൊന്ന് നോക്കാം. ഒന്നാമതായി, ബ്രിട്ടീഷ് കോളനി വാഴ്ചയെ ന്യായീകരിക്കാൻ വേണ്ടി എങ്ങനെ ചരിത്രം ഉപയോഗിച്ചു എന്നത്. രണ്ടാമതായി, അതിനെതിരെ ഇന്ത്യൻ ദേശീയവാദികൾ എങ്ങനെ സ്വന്തം ചരിത്രം എഴുതി. പിന്നെ കാഴ്ചപ്പാടുകളിൽ ഒരു മാറ്റം വരുന്നുണ്ട്. ഒടുവിൽ ഇന്ന് നമ്മൾ കാണുന്ന ചരിത്രത്തെ ചൊല്ലിയുള്ള പുതിയ പോരാട്ടങ്ങൾ. അപ്പോ നമ്മുടെ കഥയുടെ ആദ്യ ഭാഗത്തേക്ക് കടക്കാം. ബ്രിട്ടീഷ് കൊളോണിയൽ ചരിത്രകാരന്മാർ എങ്ങനെയാണ് ഇന്ത്യയുടെ ഭൂതകാലത്തെ തങ്ങളുടെ ഭരണത്തിനു വേണ്ടിയുള്ള ഒരു ആയുധമാക്കി മാറ്റിയത് എന്ന് നോക്കാം. അവരുടെ ലക്ഷ്യം വളരെ വ്യക്തമായിരുന്നു, അല്ലേ? ഇന്ത്യക്കാർക്ക് ഒറ്റയ്ക്ക് ഭരിക്കാനൊന്നും അറിയില്ല, അതിന് കഴിവില്ല എന്ന് സ്ഥാപിക്കണം. ഇതൊരു അക്കാഡമിക് എക്സസൈസ് ആയിരുന്നില്ല, മറിച്ച് തങ്ങളുടെ ഭരണം ഇവിടെ തുടരാനുള്ള ഒരു ശക്തമായ രാഷ്ട്രീയ തന്ത്രം കൂടിയായിരുന്നു ഇത്. അപ്പോ അവരുടെ വാദം എന്തായിരുന്നെന്നറിയാമോ? വളരെ ലളിതമായിരുന്നു. പണ്ടുതൊട്ടേ ഇന്ത്യയുടെ ഏകാധിപത്യ ഭരണമായിരുന്നു. ഇവിടുത്തെ ആൾക്കാർക്ക് ആകെ താൽപ്പര്യം ആത്മീയ കാര്യങ്ങളിൽ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഒരു രാജ്യം ഭരിക്കാനോ മറ്റ് ഭൗതിക കാര്യങ്ങൾ നോക്കാനോ ഒന്നും അവർക്ക് അറിയില്ല. അതിന് ഞങ്ങളുണ്ട്, ബ്രിട്ടീഷുകാർ. കണ്ടില്ലേ? ഇതായിരുന്നു അവർ സ്ഥാപിക്കാൻ ശ്രമിച്ച ആ ഒരാശയം. സ്വാഭാവികമായും ഇത്തരം വാദങ്ങൾ കേട്ടപ്പോൾ ഇന്ത്യൻ പണ്ഡിതന്മാർ വെറുതെ ഇരുന്നില്ല. അവിടെ നിന്നാണ് ശക്തമായ ഒരു ബൗദ്ധിക പ്രതികരണം ഉണ്ടാകുന്നത്. അതാണ് നമ്മുടെ കഥയുടെ അടുത്ത ഘട്ടം. പക്ഷേ ഈ ഇന്ത്യൻ ചരിത്രകാരന്മാർക്ക് ഇത് വെറും ഒരു തെറ്റുതിരുത്തൽ മാത്രമായിരുന്നില്ല കേട്ടോ. ഇത് തങ്ങളുടെ നഷ്ടപ്പെട്ട ഭൂതകാലത്തെ തിരിച്ചുപിടിക്കാനുള്ള, സ്വയം ഭരിക്കാനുള്ള തങ്ങളുടെ അവകാശം ഉറപ്പിക്കാനുള്ള ഒരു വലിയ പോരാട്ടം തന്നെയായിരുന്നു. ഈ പോരാട്ടത്തിനു മുന്നിൽ നിന്ന് ചില ധീരരായ പണ്ഡിതരുണ്ടായിരുന്നു. ഉദാഹരണത്തിന് രാജേന്ദ്രലാൽ മിത്രയെ നോക്കൂ. അദ്ദേഹം തെളിവുകൾ വെച്ച് കൊളോണിയൽ നുണകളെ നേരിട്ടു. ആർ.ജി. ഭണ്ഡാർക്കറാകട്ടെ ചരിത്രത്തെ സാമൂഹിക പരിഷ്കാരങ്ങൾക്കുള്ള ഒരു ഉപകരണമാക്കി മാറ്റി. പിന്നെ പി.വി. കാന ഇന്ത്യൻ നിയമങ്ങളുടെയും ആചാരങ്ങളുടെയും ആഴവും പരപ്പും ലോകത്തിനു മുന്നിൽ തുറന്നുകാട്ടി. പക്ഷേ ഈ ദേശീയവാദ ചരിത്രകാരന്മാർ തകർക്കാൻ ശ്രമിച്ച ഏറ്റവും വലിയ കൊളോണിയൽ കെട്ടുകഥയെന്തായിരുന്നെന്നറിയാമോ? ഇന്ത്യയിൽ എക്കാലത്തും ഏകാധിപത്യം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന വാദം. ഈ സമയത്താണ് കെ.പി. ജയസ്വാൾ എന്ന പണ്ഡിതന്റെ രംഗപ്രവേശം. അദ്ദേഹം ഹിന്ദു പൊളിറ്റി എന്ന തന്റെ വിപ്ലവകരമായ പുസ്തകത്തിലൂടെ ആ കൊളോണിയൽ വാദത്തിന്റെ അടിത്തറ തന്നെ ഇളക്കി. പുരാതന ഇന്ത്യയിൽ റിപ്പബ്ലിക്കുകൾ ഉണ്ടായിരുന്നു, ഇന്ത്യയ്ക്ക് സ്വയംഭരണത്തിന്റെ ശക്തമായൊരു പാരമ്പര്യം തന്നെയുണ്ട് എന്നൊക്കെ അദ്ദേഹം തെളിവുകൾ നിരത്തി സ്ഥാപിച്ചു. ശരി, ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയതോടെ ചരിത്രം എഴുതുന്നതിന്റെ ആ രാഷ്ട്രീയപരമായ ആവശ്യം പതിയെ മാറിത്തുടങ്ങി. ഇതോടെ ചരിത്രകാരന്മാർ
പുതിയ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അതാണ് നമ്മുടെ മൂന്നാം ഘട്ടം. അതായത് ചരിത്രമെന്നത് ഒരു രാഷ്ട്രീയ ആയുധം എന്നതിലുപരി പുരാതന ഇന്ത്യയെ അതിന്റെ എല്ലാ സങ്കീർണതകളോടും കൂടി മനസ്സിലാക്കാനുള്ള ഒരു ശ്രമമായി മാറിത്തുടങ്ങി. ഈ സമയത്താണ് ഡി കൊസാംബിയെ പോലുള്ളവർ ഒരു പുതിയ ചോദ്യം മുന്നോട്ട് വെച്ചത്. ചരിത്രമെന്ന് പറഞ്ഞാൽ രാജാക്കന്മാരുടെയും യുദ്ധങ്ങളുടെയും മാത്രം കഥയാണോ? അല്ലല്ലോ. സാധാരണ മനുഷ്യർ എങ്ങനെ ജീവിച്ചു, എന്ത് കഴിച്ചു, എങ്ങനെയാണവർ പണിയെടുത്തത്, ഇതൊക്കെ പഠിക്കേണ്ടതല്ലേ? ഈ ഒരു പുതിയ കാഴ്ചപ്പാടാണ് ഭൗതികവാദ ചരിത്രരചന എന്ന് പിന്നീട് അറിയപ്പെട്ടത്. അപ്പോ ആ കാലഘട്ടത്തിൽ പ്രധാനമായും 2 വഴികൾ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. ഒരു വശത്ത് എൽ ബാഷാമിനെ പോലുള്ളവർ ഇന്ത്യൻ സംസ്കാരത്തിന്റെ മഹത്വത്തെയും അത്ഭുതങ്ങളെയും കുറിച്ച് എഴുതി. മറുവശത്ത് ഡി കൊസാംബിയെ പോലുള്ളവർ സമൂഹത്തിന്റെ സാമ്പത്തിക അടിത്തറ എങ്ങനെയാണ് ചരിത്രത്തെ രൂപപ്പെടുത്തിയത് എന്ന് ആഴത്തിൽ പഠിച്ചു. ശരി, ഇനി നമുക്ക് നേരെ ഇന്നത്തെ കാലത്തേക്ക് വരാം. ഇന്ത്യയുടെ ഭൂതകാലത്തെക്കുറിച്ചുള്ള തർക്കങ്ങളൊന്നും ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. സത്യം പറഞ്ഞാൽ അതിന്റെ രൂപം മാറിയിരിക്കുന്നു എന്ന് മാത്രം. പണ്ട് കൊളോണിയലിസവും ദേശീയവാദവും തമ്മിലായിരുന്നു പോരാട്ടമെങ്കിൽ ഇന്ന് ആ യുദ്ധം നടക്കുന്നത് പുതിയ 2 ആശയങ്ങൾ തമ്മിലാണ്. ഒന്ന്, തെളിവുകളെ അടിസ്ഥാനമാക്കിയുള്ള യുക്തിപരമായ ചരിത്രരചന. 2, പ്രത്യേക താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള വർഗീയ ചരിത്രരചന. ഇതിൽ യുക്തിപരമായ സമീപനം എപ്പോഴും തെളിവുകൾക്കും വിമർശനാത്മകമായ ചോദ്യം ചെയ്യലുകൾക്കും പ്രാധാന്യം നൽകുന്നു. എന്നാൽ വർഗീയപരമായ സമീപനം ശ്രമിക്കുന്നതെന്താണെന്ന് വെച്ചാൽ പുരാതന ഇന്ത്യയുടെ ചരിത്രത്തെ ഒരു പ്രത്യേക മതത്തിന്റെ മാത്രം ചരിത്രമാക്കി ചുരുക്കാനാണ്. ഈ വർഗീയ ചരിത്രരചനയുടെ ചില രീതികൾ നമ്മൾ ശ്രദ്ധിക്കണം. തെളിവുകളില്ലാത്ത ഐതിഹ്യങ്ങളെ ചരിത്ര സത്യങ്ങളായി അവതരിപ്പിക്കുക, ചരിത്രപരമായ വിമർശനങ്ങളെ അടിച്ചമർത്തുക, പിന്നെ ജാതിവ്യവസ്ഥ പോലെയുള്ള സാമൂഹിക അസമത്വങ്ങളെ ചരിത്രം ഉപയോഗിച്ച് ന്യായീകരിക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ അതിന്റെ ഭാഗമാണ്. അപ്പോൾ അവസാനം നമ്മൾ എത്തി നിൽക്കുന്നത് ഈ ഒരു ചോദ്യത്തിലാണ്: നമ്മുടെ ചരിത്രം ഇന്ന് നമ്മളെക്കുറിച്ച് എന്താണ് പറയുന്നത്? ഓർക്കുക, ചരിത്രം ഒരുപക്ഷെ ഭൂതകാലത്തെക്കുറിച്ചായിരിക്കാം, പക്ഷേ അതിനുവേണ്ടിയുള്ള പോരാട്ടങ്ങൾ എപ്പോഴും നമ്മുടെ വർത്തമാനകാലത്തെക്കുറിച്ചും നമ്മുടെ ഭാവിയെക്കുറിച്ചുമാണ്.